അതിപ്പോ ഇന്നത്തെ തലമുറയിൽ, സയൻസ് പഠിച്ച തലമുറയിൽ, ഊർജത്തെ പറ്റി പഠിച്ചിട്ടുള്ള തലമുറയിൽ, അതുപോലെ യന്ത്രത്തിന്റെ ഉപകരണങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള തലമുറയിലൊന്നും വില പോവുകയില്ല. അതെല്ലാവർക്കും ഇന്ന് പറഞ്ഞ മനസ്സിലാവും. എന്നാൽ പോലും ഈ മാസം കണ്ട മസലകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്ന കൂട്ടർ ഈ കാര്യത്തിൽ ശബ്ദം മാറുന്നില്ല, ശബ്ദം അങ്ങനെയാണെന്ന് പറയുന്നു എന്നുള്ളത് ഒരു വല്ലാത്തൊരു അത്ഭുതകരമായ സംഗതി തന്നെയാണ്, കൗതുകകരമായ സംഗതി തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആളുകളോട് തന്നെയാണ് ചോദിക്കേണ്ടത്, അവരെന്താണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ ഈ ഒരു യന്ത്രം വന്ന ഉടനെ തന്നെ ഇബാദത്തുകളിലേക്ക് ഇത് വലിച്ചു കയറ്റിയിട്ടുള്ള ഏത് കൂട്ടരും കാര്യമായി അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത അടിസ്ഥാനത്തിലുള്ളതാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഫത്വകളും എന്ന് വളരെ വ്യക്തമായും മനസ്സിലാക്കാൻ ഇപ്പോഴുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലും ഏത് ആളുകൾക്കും ബോധ്യപ്പെടുന്ന വിധം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും, ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോ ഈ യന്ത്രനെ കാണുന്ന മസാല തന്നെ വാസ്തവത്തിൽ യാന്ത്രികമായ കാഴ്ച ശരിയായ കാഴ്ചയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ യാന്ത്രികമായ കേൾവി ശരിയായ കേൾവിയല്ല എന്ന് മനസ്സിലാക്കുക.